ഇപ്പോൾ നമ്മൾ ഹോം ഷോപ്പിൻ്റെ ബില്ല് ക്ലോസിംഗ് ആണ് കേട്ടോ. അപ്പോൾ നല്ല തിരക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലോങ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റണില്ല. ജോലി തിരക്കും പിന്നെ നമ്മളെ വീട്ടുജോലിയും ഒക്കെ കൂടെ ആകുമ്പോൾ ടൈം കിട്ടണില്ല കേട്ടോ ലോങ് വീഡിയോ എടുക്കാൻ. അപ്പോൾ ഇന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് വേഗം കിച്ചണിൽ കയറി നമുക്കിന്ന് നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കാൻ ഉണ്ടാക്കിയ സ്നാക്സ് ആണ് കേട്ടോ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. സമൂസൻ്റെ ഓല വെച്ചിട്ട് പപ്സ് രൂപത്തിലുള്ളൊരു സ്നാക്സ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ സമൂസൻ്റെ ഓല 2 എണ്ണം വേണം. അപ്പോൾ ഞാൻ വെച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ സവാളയും അതേപോലെ ഉരുളക്കിഴങ്ങൊക്കെ വെച്ചിട്ടൊരു മസാല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതതിൻ്റെ നടുക്ക് വെച്ച് കൊടുത്തു. അതിൻ്റെ ചുറ്റും പിന്നെ മുട്ട പുഴുങ്ങിയത് കട്ട് ചെയ്തിട്ട് ഒരു ഭാഗം അതും വെച്ച് കൊടുത്തു. പിന്നെ മൈദ വെച്ചിട്ട് അതിൻ്റെ ചുറ്റുഭാഗം ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ ഞാൻ വീഡിയോയിൽ കണ്ട പോലെ ഇതുപോലെ മടക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമുക്കിത് ഉണ്ടാക്കാനും എളുപ്പമാണ്. അതുപോലെ തന്നെ ഒരാൾക്ക് ഒരെണ്ണം മതി കേട്ടോ. ഒന്ന് കഴിച്ചാൽ തന്നെ വയറ് ഫില്ലാവും. ഞാൻ ഇവിടെ 3 മുട്ടയാണ് കേട്ടോ പുഴുങ്ങിയെടുത്തിനത്. അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേനും അങ്ങനെ 6 പീസ് ഉണ്ടേനും. അപ്പോൾ ഇതാ 6 സ്നാക്സ് ആണ് കേട്ടോ ഞാൻ അപ്പോൾ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. ഇത് എളുപ്പമുണ്ട് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാനും. 2 ഭാഗം തിരിച്ചു മറിച്ചിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സ്നാക്സ് ഒക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കലുണ്ടെന്ന് അറിഞ്ഞാൽ ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ സ്നാക്സ് ഒക്കെ ഞാൻ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള നല്ല അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ. അപ്പോൾ സമൂസൻ്റെ ഓല ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് എന്നിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക്